ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഇന്ററിം വിധി ഇന്നലെ വൈകിട്ടാണ് വിധി പകർപ്പ് ലഭിച്ചത്. ഏതാണ്ട് 5 മണിയോടുകൂടി അതിന്റെ വിധി പകർപ്പ് ലഭിക്കുകയുണ്ടായി. അത് വിധി പകർപ്പ് വായിച്ചതിൽ ഒരു കാര്യം ബോധ്യപ്പെടുകയാണ്. കേരളത്തിലെ പ്രതിപക്ഷം ഉന്നയിച്ച എല്ലാ ആശങ്കകളും എല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായി ഹൈക്കോടതി ശരിവെക്കുകയാണ്. പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ള ഒരു കാര്യം തെറ്റാണ് എന്ന് കോടതി പറഞ്ഞു. അതേസമയം ബഹുമാനപ്പെട്ട ഗവൺമെന്റ് അനുകൂലമായി ഒരു വരിയും ആ വിധിന്യായത്തിലില്ല എന്നുള്ളതാണ് വസ്തുത. വാസ്തവത്തിൽ സർക്കാരിന്റെ നടപടികളെ ശക്തമായി തന്നെ വിമർശിക്കുന്നതായിരുന്നു കോടതിയിലെ പരാമർശങ്ങളും വിധിന്യായത്തിലുള്ള പ്രധാനപ്പെട്ട വസ്തുതകൾ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഏപ്രിൽ 10-ാം തീയതി സ്പ്രിംഗർ വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതിപക്ഷം പറഞ്ഞപ്പോഴാണ് പൊതുസമൂഹം അറിഞ്ഞത്. അതുവരെ ഈ അമേരിക്കൻ കമ്പനിയുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും സർക്കാർ രഹസ്യമായി വെച്ചിരിക്കുകയായിരുന്നു. ആരോടും ഇവരുടെ ഒരു ഘട്ടത്തിലും ആലോചിച്ചിട്ടില്ല. മന്ത്രിസഭ അറിഞ്ഞില്ല, LDF അറിഞ്ഞില്ല, CPM അറിഞ്ഞില്ല, ആരോഗ്യ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിമാരറിഞ്ഞില്ല, നിയമവകുപ്പ് അറിഞ്ഞില്ല, ധനകാര്യ വകുപ്പ് അറിഞ്ഞില്ല, ഡിസാസ്റ്റർ മാനേജ്മെന്റ് അറിഞ്ഞില്ല. ആരും അറിയാതെ രഹസ്യമായി മുഖ്യമന്ത്രി IT സെക്രട്ടറിയും ചേർന്ന് നടപ്പാക്കിയ ഒരു കരാറാണ്. ഈ കരാറിലൂടെ കേരളത്തിലെ ക്വാറന്റൈനിൽ കഴിയുന്ന രോഗികളുടെ ആരോഗ്യ വിവരങ്ങൾ സ്പ്രിംഗർ എന്ന് പറയുന്ന ഈ കമ്പനിക്ക് ലഭിക്കുന്നു. അത് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടും എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞതിനെ ഗവൺമെന്റ് അംഗീകരിച്ചില്ല. ഗവൺമെന്റ് പറഞ്ഞു ഇതെല്ലാം അസംബന്ധമാണ്, തെറ്റാണ് എന്നുള്ള മുട്ടാപ്പോക്ക് മാത്രമാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി ആദ്യഘട്ടത്തിൽ ഇതിനെ പുച്ഛിച്ചു തള്ളുകയാണ് ഉണ്ടായത്. എല്ലാവർക്കും അറിയാം. ഞാൻ അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റ് പോലും വെച്ചത് ഞങ്ങൾ പ്രതിപക്ഷം ഈ വസ്തുത ഉന്നയിച്ചതിന് ശേഷമാണ്. 11, 12 തീയതികളിൽ ഈ അമേരിക്കൻ കമ്പനി ഇങ്ങോട്ട് അയച്ച കത്ത് രേഖകളുമാണ് പിന്നീട് വെബ്സൈറ്റിൽ വന്നത്. ഞങ്ങൾ പറഞ്ഞ ആശങ്കകൾ 100% ശരിവെക്കുന്ന നടപടികളായിരുന്നു ഇതെല്ലാം. ഞങ്ങള് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഇടതുപക്ഷ മുന്നണിയിലെ ഘടകകക്ഷിയായ CPIക്ക് പോലും ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്നുള്ള ബോധ്യം ഉണ്ടായിരുന്നു. ഇതുവരെ CPI ഈ കാര്യത്തിൽ ഗവൺമെന്റിനോടൊപ്പം നിൽക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. മറ്റു കാര്യങ്ങളിലെല്ലാം ഞങ്ങളെ അവർ വിമർശിക്കുന്നുണ്ടെങ്കിലും അമേരിക്കൻ കമ്പനിയുമായ ഈ ഇടപാടുകളെ സംബന്ധിച്ച് CPIക്ക് ശക്തമായ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ശ്രീ കാനൻ രാജേന്ദ്രന്റെ പ്രസ്താവനയും ലേഖനവും വായിച്ചാൽ മനസ്സിലാകും. കോടതി ഉത്തരവിലേക്ക് വന്നാൽ ഇത് കോടതിയുടെ ഒരു ഇടക്കാല വിധിയാണ്. അന്തിമ വിധി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇനിയും 3 ആഴ്ചയ്ക്ക് ശേഷം വിശദമായ വാദം കേട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അന്തിമ വിധി പറയും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വിധി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 99% പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കേസ് വാദിക്കാൻ വേണ്ടി ബോംബെയിൽ നിന്ന് ഒരു അഭിഭാഷകയെ കൊണ്ടുവരേണ്ട സാഹചര്യം ഗവൺമെന്റ് ഉണ്ടായി. ഇവിടെ അഡ്വക്കേറ്റ് ജനറൽ ഉണ്ട്, അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽമാരുണ്ട്, 100ഓളം DGP, 100ഓളം പ്ലീഡർമാരുണ്ട്.
ഇവരൊക്കെ നിലനിൽക്കുമ്പോൾ ഗവൺമെന്റ് ലീഡർമാർ ഇവരൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഈ കേസ് വാദിക്കാൻ വേണ്ടി ബോംബെയിൽ നിന്ന് ലക്ഷങ്ങൾ കൊടുത്ത് ഒരു അഭിഭാഷകയെ കൊണ്ടുവേണ്ടി വന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനെ ന്യായീകരിക്കുന്നില്ല. ഇതെല്ലാം ജനങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ഇവിടെ ഇത് ഗവൺമെന്റ് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കോടതി തള്ളിക്കളഞ്ഞിരിക്കുക. ആദ്യം ഇവർ പറഞ്ഞത് എന്താണ്? ഏതാണ്ട് 80 ലക്ഷത്തോളം ആളുകൾക്ക് ഇവിടെ രോഗം വരാനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്ന് അവരെ ട്രാക്ക് ചെയ്യുകയും ട്രേസ് ചെയ്യുകയും ചെയ്യണമെങ്കിൽ ഇന്ന് ഗവൺമെന്റിൽ കയ്യിലുള്ള സംവിധാനങ്ങൾ അപര്യാപ്തമാണ്. ഞാനത് വായിക്കാം. First case projections with respect to the spread of COVID-19, coupled with the possibility of sudden spike in cases, led the government to anticipate that the tracking and tracing over 80 lakhs citizens would be necessary. It was essential that the assistance of a scalable information technology system was to be commissioned. ഗവൺമെന്റ് പറഞ്ഞത് 80 ലക്ഷത്തോളം ആളുകൾക്ക് പെട്ടെന്ന് അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് പുതിയ ഒരു IT ടെക്നോളജി ടൂൾ ആവശ്യമായതുകൊണ്ടാണ് ഞങ്ങൾ സ്പ്രിംഗർ എന്ന് പറയുന്ന കമ്പനിയെ കൊണ്ടുവന്നത് എന്നാണ് പറഞ്ഞത്. നമുക്കറിയാം, ഇതുവരെ ലോകത്ത് 25 ലക്ഷത്തോളം ആളുകൾക്കാണ് കോവിഡ് ബാധിച്ചത് എന്നാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരം. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലുമായി പൊതുവെ ഉണ്ടായിട്ടുള്ളത് 25 ലക്ഷത്തോളം ആളുകൾക്കാണ്. ചില ദിനപത്രങ്ങളിൽ 80 ലക്ഷം പേർക്ക് കോവിഡ് എന്ന വാർത്ത ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ റിപ്പോർട്ടായിട്ട് പുറത്തുവരികയുണ്ടായി. ആ സന്ദർഭത്തിൽ VD സതീശൻ MLA എറണാകുളത്ത് നിന്ന് ഇത് സത്യമാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു പരസ്യ പ്രസ്താവന നടത്തി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്റെ വൈകുന്നേരങ്ങളിലെ പത്രസമ്മേളനത്തിൽ അതിനിശ്ചിതമായിട്ടാണ് VD സതീശനെ വിമർശിച്ചത്. ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി ഇങ്ങനെ പറയാമോ? ജനങ്ങളെ ഭീതിയിലാക്കാമോ? ഇപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഗവൺമെന്റിന്റെ കയ്യിൽ ഇല്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. നിങ്ങളുടെ കയ്യിൽ അതിന്റെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിന്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം. അപ്പോൾ അങ്ങനെ പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പോൾ എങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പറയുന്നത് 80 ലക്ഷത്തോളം ആളുകൾക്ക് കോവിഡ് ബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്? എവിടെ നിന്ന് കിട്ടി ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് ഈ ഒരു സബ്മിഷൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ നൽകിയത്? അതുപോലെ വളരെ വ്യക്തമായി തുടർന്ന് പറയുന്നു, he explained that the government owned controlled entities like CDIT and the Information Kerala Mission are not technically equipped to manage large volumes of data, and that since there are no viable alternatives within the government frameworks, it was forced to requisition the assistance of Springer, which showed interest in working with the government to track the issue. അതെല്ലാം ഇൻവെർട്ടഡ് ഫോമായിലാണ് കോടതി ഈ വിധിന്യായത്തിൽ എടുത്തു പറഞ്ഞത്. അവർ പറഞ്ഞതായിരുന്നു. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തെ നേരിടാൻ സർക്കാരിന്റെ കയ്യിൽ എഫക്റ്റീവായിട്ടുള്ള മെഷീനറി ഇല്ല, ടൂളില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ അമേരിക്കൻ കമ്പനിയെ ആശ്രയിക്കേണ്ടി വന്നു എന്നാണ് ഗവൺമെന്റിന് വേണ്ടി ഹാജരായ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞത്. അവിടെയാണ് നമ്മൾ കാണേണ്ടത്. കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ പറഞ്ഞു NICക്ക് ഈ ഡേറ്റ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ട്. NICയോട് നാഷണൽ ഇൻഫോർമാറ്റിക് സെന്ററിനോട് ഇതുവരെ ചോദിച്ചിട്ടില്ല. NIC അതിന് തയ്യാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞു.
അതുപോലെ നേരത്തെ ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, രാജസ്ഥാനിലും പഞ്ചാബിലും വിദേശ കമ്പനികളാണ് എന്ന് പറഞ്ഞപ്പോൾ അത് വസ്തുതാപരമല്ല എന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചു. ഞാൻ അവിടെ അന്വേഷിച്ചതിന് ശേഷം രാജസ്ഥാൻ മുഖ്യമന്ത്രി എനിക്ക് അയച്ച മെയില് ഞാൻ നിങ്ങളെ കാണിച്ചതാണ്. അവിടെ ദ്രോണ എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് അവിടുത്തെ ഡേറ്റ അനാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് വേണമെങ്കിൽ ചെയ്യാൻ കഴിയാവുന്ന ഒരു കാര്യമാണ് ഈ അമേരിക്കൻ കമ്പനിയെ കൊണ്ടുവരാൻ വേണ്ടി നിർബന്ധിച്ചത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കും. അപ്പൊ എന്റെ ചോദ്യം, ബഹുമാനപ്പെട്ട കോടതിയിൽ നിങ്ങൾ ഇത് പറയുമ്പോൾ മറ്റ് സംവിധാനങ്ങൾ നിലവിലുള്ളപ്പോൾ എന്ത് ബാധ്യതയാണ് ഈ അമേരിക്കൻ കമ്പനിയെ കേരളത്തിൽ കൊണ്ടുവന്ന് ഈ ഒരു ഡേറ്റ അനാലിസിസിന് വേണ്ടി ചുമതലപ്പെടുത്താൻ എന്തിനാണ് മുഖ്യമന്ത്രിക്ക് സ്പ്രിംഗ്ലറോട് ഇത്രയും വലിയ ഒരു താല്പര്യം? എന്താണ് ഇതിന്റെ പിന്നിലുള്ളത്? എന്നിങ്ങനെയാണ് ഇവരെ സെലക്ട് ചെയ്തത്? ഈ കാര്യം കോടതി ചോദിച്ചിട്ട് പോലും അവർക്ക് പറയാൻ കഴിഞ്ഞില്ല. അവര് പറഞ്ഞു 2 വർഷം മുമ്പ് നടന്ന അമേരിക്കയിലും മറ്റു പല രാജ്യങ്ങളിൽ നടന്ന അന്തർദേശീയ കോൺഫറൻസിൽ ഇവർ വന്നു. ആരൊക്കെ വന്നു എന്ന് ചോദിച്ചപ്പോൾ പറയാനില്ലായിരുന്നു. അപ്പോൾ എനിക്കറിയേണ്ടത്, എന്ത് നിർബന്ധമാണ് മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും ഈ അമേരിക്കൻ കമ്പനിയെ തന്നെ കൊണ്ടുവന്ന് ഡേറ്റ അനാലിസിസ് നടത്തണം എന്നുള്ള കാര്യത്തിലുണ്ടായത്? ഇവിടെ മറ്റൊരു കാര്യം കോടതി പറയുന്നത്, 4/4/2020 മുതലുള്ള ഡേറ്റ മാത്രമേ ഗവൺമെന്റ് ഓഡിറ്റ് ചെയ്തിട്ടുള്ളൂ. ഞാൻ വായിക്കാം. The audit above saying that the government has adequate inputs with themselves as regards credentials and capacity of Springer to take the challenge. And further that they have promised to offer their service free. അവർ ഫ്രീ ആയിട്ട് കൊടുക്കാമെന്നാണ്, 6 മാസത്തേക്കാണ്. അത് കഴിഞ്ഞാൽ അവർ പണം ഈടാക്കും. മാത്രമല്ല, ഞങ്ങൾ പറഞ്ഞത് മുഴുവൻ ശരിയാണെന്ന് പറഞ്ഞു. മാർച്ച് 27-ന് ശേഷം കിട്ടിയ ഡേറ്റകൾ അതെവിടെ പോയി? 4/4/2020 ശേഷമുള്ള ഡേറ്റ മാത്രമേ ഗവൺമെന്റ് ഓഡിറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഡേറ്റ ഓൾറെഡി ഇവരുടെ കയ്യിലേക്ക് പോയി എന്നുള്ളത് വളരെ വ്യക്തമായി സർക്കാർ ഇതിൽ ശരിവെക്കുന്ന ഒരു കാര്യമാണ്. അടുത്തത്, കോടതിയുടെ ജൂറിസ്ഡിക്ഷൻ. ഇതിന്റെ അധികാര പരിധി ന്യൂയോർക്കിൽ ഉള്ള കോടതികൾക്ക് മാത്രമേ ഉള്ളൂ എന്ന ഞങ്ങളുടെ വാദം ഹൈക്കോടതിയിൽ ഗവൺമെന്റ് ശരിവെച്ചു. ഗവൺമെന്റ് പറഞ്ഞു, സ്റ്റാൻഡേർഡ് ഫോം കോൺട്രാക്ട് ആയതുകൊണ്ട് അതിൽ മാറ്റം വരുത്താൻ കഴിയില്ല. അപ്പോൾ ഡേറ്റ ബ്രീച്ച് ഉണ്ടായാൽ ഈ കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ കഴിയുന്നത് ന്യൂയോർക്കിലെ കോടതികളിൽ മാത്രമാണ്. ഇന്ത്യൻ നിയമങ്ങൾ ബാധകമല്ല, ഇന്ത്യൻ കോടതിയുടെ അധികാര പരിധിയിൽ വരുന്നതല്ല എന്ന് വ്യക്തമായി തന്നെ പറഞ്ഞ കാര്യമാണ്. ഇനി എനിക്ക് പ്രസക്തമായ 3 പാരഗ്രാഫാണ് ചൂണ്ടിക്കാണിക്കാൻ. അതിൽ 20ാമത്തെ പാരഗ്രാഫ് ഞാൻ വായിക്കാം. At the outset, we must say that we are not willing at this stage to speak affirmatively on the various allegations made by the petitioner, since we are of the view that it will require a comprehensive assessment of all factors, for which the respondents certainly must obtain necessary opportunity to complete their claims. ചില ആളുകൾ ഇത് കഴിഞ്ഞ് ചാനൽ ചർച്ചകളിൽ പറഞ്ഞു, എന്തുകൊണ്ട് മറ്റു കാര്യങ്ങൾ, ഞങ്ങളുടെ അലിഗേഷൻസ്, ഞങ്ങളുടെ ധാരാളം അലിഗേഷൻസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ കമ്പനിയെ തെരഞ്ഞെടുത്ത കാര്യത്തിൽ, ഗവൺമെന്റിന്റെ നടപടിക്രമങ്ങൾ പാലിക്കാത്തത്, അതോടൊപ്പം തന്നെ അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം എന്തുകൊണ്ട് ചൂണ്ടിക്കാണിച്ചില്ല എന്ന് പറഞ്ഞതിന് മറുപടിയാണ് പേജ് നമ്പർ പാരഗ്രാഫ് നമ്പർ 20. അതിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഇതിനുള്ള അവസരം പെറ്റീഷന് കൊടുത്ത ആളുകൾക്കുണ്ടാകും. അത് വിശദമായ പരിശോധന ആവശ്യമാണ്. അത് ഇനിയും 3 ആഴ്ച കഴിഞ്ഞിട്ടുള്ള വാദം കേൾക്കുമ്പോൾ ഉന്നയിക്കാവുന്നതാണ് എന്ന് വ്യക്തമായി കോടതി പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഉന്നയിച്ച വാദങ്ങളൊക്കെ ഗവൺമെന്റ് കോടതി തള്ളിക്കളഞ്ഞിട്ടില്ല, അതിനെ വരാൻ പോകുന്നതേ ഉള്ളൂ. അതുപോലെ 21-ൽ പറയുന്നു,
വളരെ വ്യക്തമായി പറയുന്നു. Further, since we have already noticed about the government of Kerala adopts unequivocal position, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, that they cannot continue the fight against COVID-19 without the assistance of the software provided by Splinter. We do not think it will be prudent on our part when our country and the whole world is fighting the pandemic to issue any orders that would create a perception of impending such effort. കോടതി പറഞ്ഞു, ബഹുമാനപ്പെട്ട ഗവൺമെന്റ് COVID-19 നേരിടാൻ ഇന്ന് കേരള ഗവൺമെന്റിന് ഈ അമേരിക്കൻ കമ്പനി അല്ലാതെ മറ്റൊരു ടൂളും ഇല്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞതുകൊണ്ട് കോടതിക്ക് അത് അംഗീകരിക്കേണ്ടി വരുന്നു. കാരണം ലോകവും ഇന്ത്യയും കേരളവും ഈ ദുരന്തത്തിനെതിരായി പോരാട്ടം നടക്കുന്ന ഒരു അവസരത്തിൽ ഗവൺമെന്റ് അസന്നിഗ്ധമായി ഞങ്ങൾക്ക് ഇത് ആവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ മറ്റൊരു വിധത്തിൽ ഉത്തരവ് കൊടുക്കാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല എന്ന് കോടതി വളരെ വ്യക്തമായി പറയുക. Therefore, at present we deem it opposite to confine our focus on ensuring that there is no breach of confidentiality on the data collected by the state, processed by Springer, and since we are not in position to conclusively persuade ourselves that the terms of individual contract would effectively ensure it. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോടതി പറയുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഡേറ്റ സുരക്ഷയെ പറ്റി മാത്രമേ ഇപ്പോൾ ചിന്തിക്കുന്നുള്ളൂ. മറ്റു കാര്യങ്ങൾ COVID-19 നേരിടുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് മറ്റൊരു കാര്യത്തിലേക്ക് കടക്കുന്നില്ല. ഞങ്ങൾ ഈ എഗ്രിമെന്റ് പരിശോധിച്ചതിൽ നിന്ന് ഡേറ്റ സെക്യൂർഡ് ആയി നിലനിർത്തുവാൻ ഈ എഗ്രിമെന്റ് പര്യാപ്തമല്ല എന്ന് പറയുന്നു. Since we are not in a position to conclusively persuade ourselves that terms of individual contract would effectively ensure it. ഇപ്പൊ നിലനിൽക്കുന്ന കേരള ഗവൺമെന്റ് ഈ അമേരിക്കൻ കമ്പനിയുമായി ഉണ്ടാക്കിയിരിക്കുന്ന എഗ്രിമെന്റ് ഡേറ്റകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിൽ പര്യാപ്തമല്ല എന്ന് കോടതി വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഇത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് എന്താണ് ആൾസോ so as to enable this court to obtain an overall control over the conduct of the parties in terms of the contract with respect of data confidentiality. അതുകൊണ്ട് ഈ കോടതി ഓവറോൾ കൺട്രോൾ എടുക്കുകയാണ്. കോടതി ഈ ഇതിൽ പറഞ്ഞിട്ടുള്ള പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കോൺട്രാക്റ്റിൽ പറയുന്ന വ്യക്തികൾ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ മേൽ കോടതി ഒരു ഓവറോൾ കൺട്രോൾ വരുത്താൻ പോവുകയാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വ്യക്തമായി പറയുന്നത്. എന്നിട്ട് അവർ പറയുന്നു, ഈ COVID-19 കഴിഞ്ഞാൽ ഒരു കോവിഡ് എപ്പിഡമിക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടാണ് വളരെ ശക്തമായ നിർദ്ദേശങ്ങൾ ഈ കമ്പനിക്കും ഗവൺമെന്റിനും കോടതി നൽകുന്നത്. ഒന്ന്, അതിൽ പറയുന്നത് കൂടുതൽ വായിക്കുന്നില്ല, അതിൽ ഏറ്റവും പ്രധാന അനോണിമസ് ചെയ്യണം. വ്യക്തികളുടെ രേഖകൾ, പേര്, അഡ്രസ്, ഫോൺ നമ്പര് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും മായ്ച്ചിരിക്കണം, അനോണിമൈസ് ചെയ്തിരിക്കണം. ഈ ഡേറ്റ കൈമാറുമ്പോൾ ഇതെല്ലാം ഈ വിവരങ്ങളെല്ലാം മറച്ചുകൊണ്ടായിരിക്കണം നൽകേണ്ടത് എന്ന് വളരെ വ്യക്തമായി തന്നെ 24A പറയുന്നു. 24Bയിൽ വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങൾക്ക് ആരുടെ ഡേറ്റയാണോ എടുക്കുന്നത് അതിന് ഇൻഫോംഡ് കൺസെന്റ് വേണം. വ്യക്തിയുടെ അനുവാദം ചോദിച്ചു മാത്രമേ ഈ കൺസെന്റ് വാങ്ങിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അവരുടെ ഫോം ഉണ്ടാകണം. ആ ഫോമിൽ ഞാനിപ്പോൾ എന്റെ ഡേറ്റ കൊടുക്കുകയാണെങ്കിൽ ഞാൻ അതിൽ നിന്ന് എന്റെ കൺസെന്റ് ഒരു ഫോമിൽ ഒപ്പിട്ട് കൊണ്ട് വാങ്ങി കൊടുത്തിട്ട് വേണം അത് എന്നിൽ നിന്ന് വാങ്ങാണെന്ന് വ്യക്തമായി പറയുന്നു. അതോടൊപ്പം തന്നെ അവർ പറയുന്നു, ഈ ഡേറ്റ എന്തെങ്കിലും ഒരു കോൺഫിഡൻഷ്യാലിറ്റി നഷ്ടപ്പെടാൻ പാടില്ല. അത് മാത്രമല്ല, ഈ കമ്പനി ഇത് ആരോടും ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. മൂന്നാമതൊരാളെ കൈമാറാൻ പാടില്ല.
അതോടൊപ്പം തന്നെ ആ കാര്യം ലോകത്തൊരിടത്തും ഈ വിവരങ്ങൾ ആളുകൾക്ക് നൽകാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായി പറയുന്നു. അടുത്തത് പറയുന്നു, വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്, ഈ ഇവരുടെ കോൺട്രാക്റ്റിനകത്ത് പറയുന്ന കാര്യങ്ങൾ പോരാ, ആൻഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഈ വിവരങ്ങൾ ആർക്കും കൈമാറാൻ പാടില്ലെന്ന് മാത്രമല്ല, കേരള ഗവൺമെന്റ് തന്നെ ഈ വിവരങ്ങൾ സ്വന്തം കസ്റ്റഡിയിൽ വെക്കേണ്ടതാണ് എന്ന് വ്യക്തമായി തന്നെ ഡിയിൽ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അവർ പറയുന്നുണ്ട്, അതോടൊപ്പം തന്നെ സെക്കൻഡറി ഡേറ്റ അവരുടെ കയ്യിൽ ഞങ്ങൾ സൂചിപ്പിച്ച മാർച്ച് 27 മുതൽ 4-ാം തീയതി വരെയുള്ള ഡേറ്റകൾ ആ ഡേറ്റകൾ ഇപ്പോൾ കമ്പനിയുടെ കയ്യിലാണ്. അതേ സംബന്ധിച്ചുള്ള സുരക്ഷിതത്വം പൂർണ്ണമായി ഉറപ്പുവരുത്താതെ മുന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വളരെ വ്യക്തമായി തന്നെ കോടതി പറയുന്നത്, അനാലിസിസിന് ശേഷം ഈ രേഖകൾ മുഴുവൻ തിരിച്ച് ഗവൺമെന്റിനെ ഏൽപ്പിക്കണം ഈ അമേരിക്കൻ കമ്പനി. ഗവൺമെന്റ് പറഞ്ഞു ഇപ്പോൾ അവരുടെ കയ്യിൽ രേഖകളില്ല എന്ന്. പക്ഷെ കോടതിക്ക് അത് വിശ്വാസമായില്ല. അതാണ് കോടതി ചോദിച്ചത്. 4-ാം തീയതി മുതൽ മാർച്ച് 27 മുതൽ 4-ാം തീയതി വരെയുള്ള രേഖകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവരുടെ കയ്യിലാണ് കമ്പനിയുടെ ആ രേഖകൾ ഉണ്ടെങ്കിൽ തിരികെ നൽകണം എന്നുള്ള ഉത്തരവും നൽകി. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നിർദ്ദേശം കൊടുത്തു. ഇത് സംബന്ധിച്ച് ഈ സ്പ്രിംഗ്ലർ എന്ന് പറയുന്ന കമ്പനി ഒരു തരത്തിലുള്ള പരസ്യം കൊടുക്കാൻ പാടില്ല, സർക്കാരിന്റെ മുദ്രകൾ ഉപയോഗിക്കാൻ പാടില്ല, സർക്കാരിന്റെ പേരിൽ ഇവര് വാണിജ്യ ആവശ്യത്തിന് വേണ്ടി പരസ്യങ്ങൾ നൽകാൻ പാടില്ല. ഇത് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചത് നിങ്ങൾക്ക് ബോധ്യപ്പെടാമല്ലോ. ഇതിന്റെ കോപ്പി ഞാൻ നിങ്ങൾക്ക് തരാം. സർക്കാരിന് അനുകൂലമായി കേരള ഹൈക്കോടതി ഒരു വാക്ക് പറഞ്ഞു. ബോംബെയിൽ നിന്ന് അതിപ്രശസ്തയായ ഒരു അഭിഭാഷകയെ കൊണ്ടുവന്ന് ലക്ഷങ്ങൾ മുടക്കി വാദിച്ചിട്ടുണ്ട്. ഒരു തരത്തിലുമുള്ള ഒരു ആനുകൂല്യ സർക്കാരിന് കൊടുക്കാൻ കോടതി തയ്യാറായില്ല. കോടതി പറഞ്ഞത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഈ ഒരു ദുരന്ത മുഖത്ത് ഇത് അനിവാര്യമാണ് എന്ന് സർക്കാർ പറഞ്ഞ സാഹചര്യത്തിൽ ഞങ്ങൾ അതിൽ ഇടപെടുന്നില്ല എന്ന് മാത്രമേ പറഞ്ഞു. പക്ഷേ കോടതി ചോദിച്ച ചോദ്യങ്ങളും കോടതിയുടെ ഉത്തരവും വളരെ വ്യക്തമായി തന്നെ ഈ നിലപാടുകൾ തെറ്റായിരുന്നു, വ്യക്തിയുടെ സ്വകാര്യതയും വ്യക്തിയുടെ സ്വാതന്ത്ര്യവും സംരക്ഷിക്കേണ്ടതാണെന്ന് വ്യക്തമായി പറയുന്നു. ഭരണഘടനയുടെ 299-ാം വകുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയും അടുത്ത വാദങ്ങൾ കേൾക്കുന്ന സമയത്ത് വരുന്ന കാര്യങ്ങളാണ്. അതെല്ലാം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല, അതിനുള്ള സന്ദർഭമല്ല. കാരണം ഇത് വെക്കേഷൻ കോടതിയാണ്, അർജന്റായ കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. അർജൻസി എന്ന് പറയുന്നത് ഡേറ്റ കോൺഫിഡൻഷ്യാലിറ്റിയാണ്. അതുകൊണ്ട് ആ കാര്യം മാത്രമേ കോടതി ചർച്ച ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞ് മറ്റു കാര്യങ്ങൾ മാറ്റി വെച്ചിരിക്കുന്നു. എനിക്ക് നിങ്ങളിലൂടെ കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ളത്, വ്യക്തിയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാനും ഈ കളക്ട് ചെയ്ത ഡേറ്റകൾ മുഴുവൻ സംരക്ഷിക്കാനും വേണ്ടിയിട്ടുള്ള പോരാട്ടം UDF തുടരും. ഹൈക്കോടതിയിൽ ഞങ്ങളുടെ പോരാട്ടം തുടരും. ഇതിനകത്ത് നടത്തിയിട്ടുള്ള അഴിമതി, നിയമവിരുദ്ധമായ കാര്യങ്ങൾ, ഭരണഘടനാ വിരുദ്ധമായ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ പോരാട്ടം മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. കോടതി അതിന് അവസരം നൽകിയിട്ടുണ്ട്. അത് ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യമാണ്. ഒരു കാര്യം എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുണ്ട്. നിങ്ങൾ എല്ലാവരും ഈ അമേരിക്കൻ കമ്പനിയുടെ വ്യക്താക്കളായി മാറിയിട്ടുണ്ട്. അവർക്കല്ലാതെ ഇനി ഡേറ്റ അനാലിസിസ് ചെയ്യാൻ ഇനി ആർക്കും കഴിയില്ല നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ദിവസമായിട്ട് സ്പ്രിംഗ്ലർ എന്ന് പറയുന്ന ഈ കമ്പനി എന്ത് സേവനമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയത് എന്ന് വ്യക്തമാണ്. ഇതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് പ്രയോജനമുണ്ടായി എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. എന്റെ അന്വേഷണത്തിലൂടെ ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കമ്പനിയോട് ഇത്രയും വലിയ സ്നേഹം മുഖ്യമന്ത്രിയും ഭരണകൂടവും കാട്ടുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയാണ്. നമ്മുടെ രാജ്യത്ത് ഇതുപോലെയുള്ള, ലോകത്തും ഇതുപോലെയുള്ള എത്രയോ വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഡേറ്റ കളക്ട് ചെയ്യുകയും നൽകുകയും
അനലൈസ് ചെയ്ത എത്രയോ കമ്പനികൾ നമ്മുടെ ലോകത്തുണ്ട്. അവരോടൊന്നുമില്ലാത്ത സ്നേഹം, താല്പര്യം, പ്രതിബദ്ധത എന്തിനാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും ഉള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. ചില ആളുകൾ ചോദിച്ചു, നിങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ട് എന്താ കോടതിയിൽ പറയാതെ? ആളുകൾക്ക് കോടതിയുടെ നടപടികളെ സംബന്ധിച്ച് അറിയാത്തത് കൊണ്ടാകാം അങ്ങനെ ചോദിച്ചു. അതിനൊക്കെ ഓരോ സന്ദർഭത്തിൽ ആ CBI അന്വേഷണം എന്നുള്ള വാദത്തിൽ ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ഇപ്പോഴും CBI അന്വേഷണം ഉണ്ടായാൽ മാത്രമേ ഈ കമ്പനിയെ എന്തിന് തെരഞ്ഞെടുത്തെന്നും ഈ കമ്പനിയുടെ യഥാർത്ഥത്തിലുള്ള കഴിഞ്ഞകാല ചരിത്രം എന്താണെന്നും ഇവരെ പറ്റിയുള്ള അവരുടെ ട്രാക്ക് റിക്കാർഡ് എന്താണെന്നും ഒക്കെ പരിശോധിക്കാൻ കഴിയും. അതുകൊണ്ട് CBI അന്വേഷണം അനിവാര്യമാണ്. അത് ഞങ്ങള് റേസ് ചെയ്യേണ്ട ഘട്ടത്തിലാണ് റേസ് ചെയ്യേണ്ടത്. ഇപ്പൊ ഞങ്ങളുടെ മുമ്പിലുള്ള ഇഷ്യൂ ഡേറ്റയുടെ കോൺഫിഡൻഷ്യാലിറ്റി ആയതുകൊണ്ടാണ് ഇതൊരു PI എന്റെ ഒരു റിറ്റിലൂടെ ഞാനിത് ആവശ്യപ്പെട്ടത്. ഇനിയും വാദം വരുന്നുണ്ടല്ലോ. അത്തരം കാര്യങ്ങളൊക്കെ ഇനി വാദം വരുന്ന സന്ദർഭത്തിലുണ്ട്, അല്ലെങ്കിൽ അതിന് മറ്റു നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഉന്നയിക്കപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നു. ഗവൺമെന്റ് ഞങ്ങളുടെ ഈ ഹർജികൾ തള്ളിക്കളയണമെന്നാണ് പറഞ്ഞത്. തള്ളിക്കളഞ്ഞില്ല. ഫയൽ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ശരിവെച്ചുകൊണ്ട് വിശദമായ വാദത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയുന്നത്. അല്ല, ഒരു 2-3 കാര്യങ്ങളൂടെ പറഞ്ഞു. ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രങ്ങളിൽ ഒരു വാർത്ത വന്നു, കേരളത്തിൽ ടെസ്റ്റിംഗ് വളരെ കുറവാണ് എന്ന് പറയും. ഞാൻ 5 തവണ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടതാണ് കൂടുതൽ ടെസ്റ്റിംഗ് നടത്തണം. 2 തവണ മുഖ്യമന്ത്രിക്ക് ഞാൻ കത്തെഴുതിയതാണ്. ഈ 4000 ടെസ്റ്റുകൾക്ക് സൗകര്യമുള്ള കേരളത്തിൽ നടക്കുന്നത് 500 ടെസ്റ്റുകൾ മാത്രമാണ്. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു ഈ ടെസ്റ്റുകൾ കൂടുതൽ നടത്താനുള്ള നടപടി സ്വീകരിക്കണം. എന്തുകൊണ്ടാണ് കേരളത്തിൽ ടെസ്റ്റുകളുടെ എണ്ണം കുറയുന്നത്? അതുകൊണ്ട് ഗവൺമെന്റ് അടിയന്തരമായി 4000-ഓളം ആളുകളെ ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമുള്ളത് കൊണ്ട് അത്രയും ആളുകളെ ടെസ്റ്റ് ചെയ്ത് ഒരു ജനങ്ങളിൽ ഒരു വിശ്വാസം, കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളത്തിലാണ് ഏറ്റവും കുറഞ്ഞ ടെസ്റ്റിംഗ് നടക്കുന്ന സംസ്ഥാനമെന്ന് ഇന്ന് പുറത്തു വന്നിട്ടുള്ള ഒരു കാര്യം. രണ്ടാമതൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, മാധ്യമ പ്രവർത്തകന്മാർ സർക്കാരിനെതിരായി വാർത്ത കൊടുത്താൽ അവരെ വളരെ മോശമായി സൈബറിലൂടെയും അല്ലാതെയും ആക്രമിച്ചുകൊണ്ടിരിക്കും. വാർത്തകൾ കൊടുക്കുന്നത് മാധ്യമ പ്രവർത്തകരുടെ ധർമ്മമാണ്. അത് കൊടുക്കാനുള്ള അവകാശം അവർക്കുണ്ട്. ഇഷ്ടപ്പെടാത്ത വാർത്തകൾ വരുമ്പോൾ ആ മാധ്യമ പ്രവർത്തകരെ ഫോണിൽ വിളിച്ച് ശകാരിക്കുക, അപമാനിക്കുക, അവരെ ഭീഷണിപ്പെടുത്തുക, അതോടൊപ്പം തന്നെ ഫേസ്ബുക്കുകളിൽ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരടക്കം ആ ലേഖകന്മാരെയും അതോടൊപ്പം തന്നെ ചാനലുകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെയും ഭീഷണിപ്പെടുത്തുക, ഇതെല്ലാം ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സൈബർ ഗുണ്ടകൾ ഉപയോഗിച്ചുകൊണ്ട് മാധ്യമ പ്രവർത്തകന്മാരെ ഭീഷണിപ്പെടുത്തുന്നു. ഇതെല്ലാം ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതാണോ എന്ന് CPM എന്ന് പറയുന്ന പാർട്ടി ആലോചിക്കേണ്ട കാര്യം. വളരെ മോശമായ തരത്തിലാണ് ഇന്ന് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ആർക്കും CPM-നെതിരെ ഒന്നും പറയാൻ പാടില്ല, സർക്കാരിനെതിരെ ഒന്നും പറയാൻ പാടില്ല. പറയുന്നവരെ മുഴുവൻ സൈബർ ഗുണ്ടകളെ കൊണ്ട് ആക്രമിപ്പിക്കും, അവരെ ഭീഷണിപ്പെടുത്തും, ഫോണിൽ വിളിച്ച് വധഭീഷണി ഉൾപ്പെടെയുള്ളവർ ആണ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ മറ്റൊരു പ്രശ്നം, ഇന്നലെ പ്രതിപക്ഷ ഉപനേതാവ് ഡോക്ടർ MK മുനീർ ഉയർത്തിപ്പിടിച്ചതും ഇന്ന് നിരവധി പത്രങ്ങളിൽ വന്നിട്ടുള്ള ഒരു കാര്യം, പോസിറ്റീവ് കേസുകൾ ഐഡന്റിഫൈ ചെയ്താൽ അത് പ്രസിദ്ധീകരിക്കുന്നത് വൈകിപ്പിക്കും. എൻ്റെ കയ്യിൽ 2 പത്രവാർത്തകൾ, ഇന്ന് കോഴിക്കോട് നിന്നുള്ളതാണ്. അത് ഡോക്ടർ MK മുനീർ വിശദീകരിച്ചു.
കുഞ്ഞിന് കോവിഡ് സ്ഥിരീകരിച്ചത് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു ദിവസം വൈകിപ്പിച്ചു എന്ന ആരോപണം. രണ്ടാമത്, പോസിറ്റീവ് കേസുകൾ ഡോക്ടർ പോലും അറിയുന്നത് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. അത് കോഴിക്കോട്. ഇന്നലെ കോട്ടയത്ത് ഒരു ദിനപത്രത്തിൽ നിന്ന് വാർത്ത എല്ലാവരും വന്നു. പോസിറ്റീവായ രോഗിയുടെ വിവരം ഏതാണ്ട് 24 മണിക്കൂറിനോളം വൈകിപ്പിച്ചു. കാരണം മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിന് ഈ വാർത്തകൾ ശരിയാണോ എന്ന് മുഖ്യമന്ത്രി പറയണം. അത് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിന് വേണ്ടി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വൈകുന്നത് മറ്റു ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാകും. കാരണം അങ്ങനെ വെളിച്ചത്തിൽ വരുന്ന ആളുകളുടെ ഇടപെടൽ ആ രോഗിയുമായിട്ടുണ്ടാകും, മറ്റു ഡോക്ടർമാരുടെ ഇടപെടൽ ഉണ്ടാകും, അങ്ങനെ രോഗവ്യാപനത്തിനുള്ള സാധ്യത ഉണ്ടാകും. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നടക്കട്ടെ 5 മണി, അതിലാർക്കും എതിർപ്പ്. പക്ഷേ പോസിറ്റീവായ രോഗികളുണ്ടെങ്കിൽ ഉടനടി തന്നെ അത് ജനങ്ങളെ അറിയിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ഒരു കാര്യം എനിക്ക് മറ്റേ പറയാനുള്ളത്, ഇന്ന് യൂറോപ്പ്, അമേരിക്ക, ഗൾഫ് എന്നീ പ്രദേശങ്ങളിൽ നിന്ന് നമ്മുടെ ആളുകൾക്ക് തിരിച്ചു വരണമെന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം. അതിനുള്ള നടപടികൾ കേന്ദ്ര ഗവൺമെന്റ് കൈക്കൊള്ളുന്നു എന്നുള്ള വാർത്തകൾ വായിക്കുന്നത്. അത് ഗൾഫ് നാടുകൾ മാത്രം പോരാ, ഇപ്പൊ യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ ഫോൺ വരുന്നുണ്ട്. അവരുടെ കാര്യത്തിലുള്ള തീരുമാനം ഉണ്ടാകണം എന്ന് പറയും. അതുകൊണ്ട് വിദേശകാര്യ വകുപ്പിനോടും സംസ്ഥാന ഗവൺമെന്റിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, അമേരിക്കയിൽ, യൂറോപ്പിൽ, മറ്റ് രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന നമ്മുടെ ആളുകളെ കൂടി കൊണ്ടുവരാനുള്ള നടപടികൾ ചെയ്യും. ഗൾഫ് നാടുകളിൽ ഉള്ള ആളുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ടാണ് സ്വാഭാവികമായും ഗൾഫിലെ കാര്യങ്ങൾ എല്ലാവരും കൂടുതൽ ശക്തമായി തന്നെ ഉന്നയിക്കും. ഗൾഫിലുള്ള ആളുകൾക്ക് ഇപ്പൊ മൃതദേഹത്തിന്റെ പ്രശ്നം, ഇപ്പൊ തന്നെ അയച്ച മൃതദേഹങ്ങൾ തിരിച്ചു പോകുന്നു എന്നുള്ള വാർത്ത വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. അതെന്താണെന്ന് കേന്ദ്ര ഗവൺമെന്റ് പരിശോധിക്കുന്നു. ഗൾഫിലുള്ള ആളുകൾക്ക് ഏറ്റവും അടിയന്തരമായ സഹായം നൽകുന്നതോടൊപ്പം മറ്റ് രാജ്യങ്ങളിലെ ശ്രദ്ധിക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന. അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ, ഇപ്പൊ നമ്മുടെ വിദ്യാർത്ഥികൾ ബാംഗ്ലൂരിൽ കുടുങ്ങിക്കിടക്കുന്നവർ, ചെന്നൈയിൽ കുടുങ്ങിക്കിടക്കുന്നവർ, ബോംബെയിൽ കുടുങ്ങിക്കിടക്കുന്നവർ, ഡൽഹിയിൽ കുടുങ്ങിക്കിടക്കുന്നവർ, അങ്ങനെ ഇന്ത്യയിൽ തന്നെ കേരളത്തിന്റെ പുറത്ത് കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ, വിദ്യാർത്ഥികൾ, അതോടൊപ്പം തന്നെ മറ്റുള്ളവർ, അവരെ തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഒരു പ്ലാന് ഗവൺമെന്റ് വേണം എന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇന്നലെ നാളെ മുഖ്യമന്ത്രിയുമായി പ്രധാനമന്ത്രി സംസാരിക്കും. മുഖ്യമന്ത്രിമാരുമായി സംസാരിച്ച ശേഷം പ്രധാനമന്ത്രി ചില പ്രഖ്യാപനങ്ങളാണ് കഴിഞ്ഞ തവണ നടത്തിയത്. എനിക്ക് പ്രധാനമന്ത്രിയോട് കേന്ദ്ര ഗവൺമെന്റിനോടും പറയാനുള്ളത്, അടിയന്തരമായി സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകണം. കാരണം സാമ്പത്തികമായ പരാധീനതകൾ സംസ്ഥാനങ്ങൾ നേരിടുകയാണ്. പല സംസ്ഥാനങ്ങൾക്കും ഈ ദുരിതം നേരിടാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത അവസ്ഥയിലേക്ക് വരികയാണ് കേരളമുണ്ട്. അതുകൊണ്ട് അടിയന്തരമായ സംസ്ഥാനങ്ങൾക്ക് പണം കൊടുത്താൽ മാത്രമേ ഇനിയും മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ നല്ലതാണ്, പക്ഷെ അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങൾക്ക് ഇത് നേരിടാൻ വേണ്ടിയിട്ടുള്ള പണം അടിയന്തരമായി നൽകാൻ തയ്യാറാകണം. സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഒരു സാമ്പത്തിക പാക്കേജ് ഗവൺമെന്റ് അനൗൺസ് ചെയ്യും. അതുപോലെ സംസ്ഥാന ഗവൺമെന്റ്, പഞ്ചായത്ത് വാസ്തവത്തിൽ കമ്മ്യൂണിറ്റി കിച്ചൺ ഉൾപ്പെടെ നടത്തി പഞ്ചായത്ത് തലത്തിൽ വളരെയേറെ പ്രയാസം നേരിടുകയാണ്. മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. അതുകൊണ്ട് പഞ്ചായത്തുകൾക്കും ഒരു ധനസഹായം നൽകാൻ സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് നമ്മൾ ആദ്യം മുതൽ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നലെ ഒരു വാർത്ത വന്നിരുന്നു, കേരള ഹൗസ് നമ്മുടെ ഡൽഹിയിലുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടി നൽകണമെന്നുള്ളത്. അത് നൽകാനുള്ള നടപടി സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കും. നേരത്തെ തന്നെ നമ്മളിത് ആവശ്യപ്പെട്ടിരുന്നതാണ്. ഇപ്പോൾ സ്ഥിതിഗതികൾ കൂടുതൽ ബുദ്ധിമുട്ടേറിയതായതുകൊണ്ടാണ് അവർ വീണ്ടും ഉന്നയിക്കുന്നത്. പല ആളുകളുടെയും ഫോൺ കോളുകൾ വരികയുണ്ടായി. അതുകൊണ്ട് കേരള ഹൗസ്, ട്രാവൽ ഹൗസ്, ഈ 2 സ്ഥലം നമുക്കുണ്ട്. ഇതെല്ലാം നമുക്ക് അവർക്ക്
ഒത്തുതീർക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കൂടി ഈ NIC-ക്ക് ഇതിന്റെ കപ്പാസിറ്റി ഉണ്ടെന്നുള്ള കേന്ദ്രത്തിന്റെ പ്രതിനിധി അറിയിച്ചത്. അത് അറിയിച്ചിട്ടും സർക്കാർ കോടതി മുൻപ് തന്നെ അത് ഏൽപ്പിക്കാൻ തീരുമാനിക്കുന്നുണ്ടോ? അത് കാരണം അത് ഞാൻ വായിച്ചത്. കാരണം ഈ അമേരിക്കൻ കമ്പനിക്ക് മാത്രമേ ഈ ഡേറ്റ അനലൈസ് ചെയ്ത് നടപടി സ്വീകരിക്കാൻ കഴിയുള്ളൂ എന്ന് അവർ വളരെ അസന്നിഗ്ധമായി കോടതി പറഞ്ഞു. വേറെ ഒരു കമ്പനിക്കും ഇപ്പോൾ ഇത് പര്യാപ്തമല്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞത് കൊണ്ട് കോടതിയുടെ മുമ്പിൽ വേറെ മാർഗമില്ല. അവർ പറഞ്ഞല്ലോ, ഞാൻ വേണമെങ്കിൽ അതിനോട് റിപ്പീറ്റ് ചെയ്യാം. ആണോ? അസന്നിഗ്ധമായി പറയാന്ന് പറയുമ്പോഴും അതിപ്പോ 6 മാസം കഴിഞ്ഞ് അത് ആലോചിക്കാമെന്നാണ് പറഞ്ഞത്. അവര് മറുപടി പറഞ്ഞത് 6 മാസം കഴിഞ്ഞിട്ട് ഇവരുടെ എഗ്രിമെന്റ് കാലാവധി കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഇത് പരിഗണിക്കുമോ എന്ന് കോടതി ചോദിച്ചപ്പോൾ അന്നേരം പരിഗണിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ കമ്പനിയോട് ഇത്രയും വലിയ ബാധ്യത മുഖ്യമന്ത്രിക്ക് എന്താണുള്ളത്? സംസ്ഥാന ഗവൺമെന്റിന് ഈ കമ്പനിയോട് ഇത്രയും വലിയ പ്രതിബദ്ധത എന്താണ്? ഈ കമ്പനിക്ക് അഥവാ ഞാൻ രാജസ്ഥാനിലെയും പഞ്ചാബിലെയും ഉദാഹരണം ചൂണ്ടിക്കാണിച്ചു. അവിടെ ഒരു സ്റ്റാർട്ടപ്പിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള നിയമ പോരാട്ടം ഞങ്ങൾ തുടരും. ഇതിവിടെ അവസാനിക്കുന്നില്ല. CBI എൻക്വയറി വേണം. അതോടെ തന്നെ ഭരണഘടനാ ലംഘനം, നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും ലംഘനം, ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിയമപരമായി തന്നെ നേരിടും. വരാൻ പോകുന്നേ ഉള്ളൂ. ഞാനെങ്കിൽ സതീശൻ പറഞ്ഞത് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഒരു റിപ്പോർട്ടുണ്ട് എന്ന ഒരു പ്രമുഖ ദിനപത്രത്തിൽ വാർത്ത വന്നു. അപ്പോൾ മുഖ്യമന്ത്രിയോട് അദ്ദേഹം ചോദിച്ചു, ഇങ്ങനെ 80 ലക്ഷം പേർക്ക് ഇങ്ങനെ അസുഖം വരാനുള്ള സാധ്യത കേരളത്തിലുണ്ട് എന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നല്ലോ. അപ്പൊ മുഖ്യമന്ത്രി വൈകിട്ട് പറഞ്ഞു, ഞാൻ കേട്ടതാണ്, ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി ജനങ്ങളെ ഭീഷണിപ്പെടുത്താൻ പാടില്ല, കാരണം അങ്ങനെ ഒരു റിപ്പോർട്ട് ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു റിപ്പോർട്ട് ഇല്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. അങ്ങനെ അത് സതീശനെ സത്യത്തിൽ പേര് പറയാതെ അദ്ദേഹത്തെ ഒന്ന് റെഡിക്കൂൾ ചെയ്യാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. എന്നിട്ട് പിന്നെ വീണ്ടും എന്തിനാ പറയുന്നത് 80 ലക്ഷം ആളുകൾക്ക് ഉണ്ടായേക്കാം എന്ന മട്ടിൽ എന്തിനാണ് പറഞ്ഞത്? അപ്പോൾ ഈ അമേരിക്കൻ കമ്പനിക്ക് വേണ്ടി ഏത് അറ്റം വരെ ഗവൺമെന്റ് പോകും എന്നുള്ളതിന് ഉദാഹരണമല്ലേ ഇത്? ലോകത്ത് ഇതര 25 ലക്ഷം പേർക്ക് വന്നു, കേരളത്തിൽ 80 ലക്ഷം പേർക്ക് വരുന്നു. ഇതെന്ത് ന്യായമാണ്? അപ്പോൾ ഈ കമ്പനിയോടുള്ള അമിതമായ സ്നേഹം, അമിതമായ താല്പര്യം, അമിതമായ മത്സരം എന്തിനാണ് ഗവൺമെന്റ് മുഖ്യമന്ത്രി കാണിക്കുന്നത്? ഒന്നും പറഞ്ഞില്ല. ഇതുവരെ 20 ദിവസം എന്ന് പറയുന്ന കോൺഗ്രസ് കോടതി ഈ ലിങ്കർ എന്ന് പറയുന്ന കമ്പനി കേരളത്തിലെ COVID-19 നേരിടാൻ എന്ത് സർവീസാണ് ചെയ്തതെന്ന് ഇനിയെങ്കിലും ജനങ്ങളോട് പറയാനുള്ള ബാധ്യത ഗവൺമെന്റ്. ഞാൻ ഒരു പോയിന്റ് കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ബ്രിട്ടീഷ് ദിനപത്രമായ ഗാർഡിയന് UN-ന്റെ ഒരു റിപ്പോർട്ട്, ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടാണ്, മുഴുവൻ വായിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ COVID-19 സാഹചര്യത്തിൽ ബിഗ് ഡാറ്റയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉപയോഗിക്കുന്നത് കടുത്ത ആശങ്കയുണ്ടാകും. ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത വളരെ വലുതാണ്. വ്യക്തമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഇവ ഉപയോഗിക്കുന്നത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്. ഇപ്പോൾ എമർജൻസി സാഹചര്യം ന്യായീകരിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ സ്വീകരിക്കുന്ന ഈ കാര്യങ്ങൾ നാളെ നോർമലൈസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. UN റിപ്പോർട്ടിൽ പറയുന്നതാണ്. ഞാൻ ഇംഗ്ലീഷ് കോപ്പി നിങ്ങൾക്ക് തരാം. ഐക്യരാഷ്ട്രസഭ പോലും ഇപ്പോൾ ഗുരുതരമായ കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പേരിലും ബിഗ് ഡാറ്റയുടെ പേരിലും ആളുകളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാനുള്ള, അത് വാണിജ്യവൽക്കരിക്കാനുമുള്ള നീക്കങ്ങൾ വളരെ
ശക്തമായി ലോകത്ത് നടക്കുന്നു. അതിനകത്ത് പറയുന്ന രാജ്യങ്ങളിൽ അവരെടുത്തു പറയുന്നു, ഇന്ത്യയുടെ പേര് പറയുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇതുപോലുള്ള കമ്പനികളെ എൻഗേജ് ചെയ്യുന്നത് ബുദ്ധിപൂർവമാണോ എന്ന് കേരള ഗവൺമെന്റ് ആലോചിക്കണം. ഞാൻ പറഞ്ഞതല്ല. ഗാർഡിയൻ ദിനപത്രത്തിൽ UN റിപ്പോർട്ട്, അവരുടെ റിപ്പോർട്ട് UN സെക്രട്ടറി ജനറൽ തന്നെ പറഞ്ഞ് ആ റിപ്പോർട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ. കോടതി അത് ഞാൻ വായിച്ചത് ശരിയാണ്. കോടതി പറഞ്ഞ ഞങ്ങൾ ഇപ്പോൾ ഡേറ്റ സെക്യൂരിറ്റിയുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. കാരണം ഗവൺമെന്റ് അസന്നിഗ്ധമായി പറയുന്നു COVID-19 നേരിടാൻ ഞങ്ങൾക്ക് ഈ ഫിംഗർ പ്രിന്റ് അനിവാര്യമാണ്. അതുകൊണ്ട് ഞങ്ങളായിട്ട് മറിച്ചൊരു തീരുമാനം ഈ സന്ദർഭത്തിൽ പറയുന്നത് ശരിയല്ല. പറയണമെന്നുണ്ട് കോടതിക്ക്, പക്ഷെ ഞങ്ങൾ പറയുന്നില്ല. കാരണം ഈ ഒരു COVID-19 നേരിടുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ അത് പറയുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഡേറ്റാ സെക്യൂരിറ്റിയുടെ കാര്യത്തിലാണ് താല്പര്യം. ഞാനത് വായിച്ചതാണ്, ഞാൻ വായിക്കുന്നില്ല, എനിക്ക് കോപ്പി തരാം. ഡേറ്റാ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ ഗവൺമെന്റ് സ്വീകരിച്ച നടപടികൾ പര്യാപ്തമല്ല. വീണ്ടും വായിക്കാം, കേട്ടോ, എന്റെ സമയം വീണ്ടും വായിക്കാം. ഡേറ്റാ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ ഗവൺമെന്റ് സ്വീകരിച്ച സമീപനം പര്യാപ്തമല്ല. അല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഈ കാര്യങ്ങൾ പറയാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് 20, 21, 22, 23 F വരെയുള്ള കാര്യങ്ങളാണ് ഗവൺമെന്റ് കോടതി പറഞ്ഞിരിക്കുന്നത്. F വരെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി കോടതി പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഡേറ്റ പ്രൊട്ടക്ഷന്റെ കാര്യത്തിൽ ഗവൺമെന്റ് സ്വീകരിച്ചത് അപര്യാപ്തമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ കോടതി നിങ്ങളോട് പറയുന്നു, കമ്പനിയോട് പറയുന്നു, ഗവൺമെന്റിനോട് പറയുന്നു, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങൾ അവരുടെ പേര് അനോണിമൈസ് ചെയ്യണം. നിങ്ങൾ അതുപോലെ തന്നെ അവരുടെ കൊടുത്ത ഡേറ്റകൾ തിരിച്ചു വാങ്ങണം. നിങ്ങൾ അതോടൊപ്പം തന്നെ നിങ്ങൾ ഇൻഫോംഡ് കൺസെന്റ് വേണം. ഈ കാര്യങ്ങളെല്ലാം പാരഗ്രാഫ് 20 മുതൽ 23 വരെ ഗവൺമെന്റിനോട് വളരെ വ്യക്തമായി തന്നെ പറയുകയാണ്. We hereby enjoin Springer from committing any act which will be directly or indirectly breach the confidentiality of the data entrusted to them by analysis processing by the government of Kerala under the individual contracts, and that they shall not disclose or part with any such data to any third party, person, entity or whatever nature of composition anywhere in the world. വളരെ കൃത്യമായി പറയുക, ഈ കോൺട്രാക്റ്റിൽ ഡേറ്റയുടെ രഹസ്യാത്മകത പരിപാലിക്കാൻ പര്യാപ്തമല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ പറയുന്നു. അതാണ് 23 F വരെയുള്ള കാര്യം. അല്ല, ഗവൺമെന്റ് എല്ലാവരോടും മുറിച്ചു കൊടുക്കാൻ പറയുക. ഗവൺമെന്റ് അത് ചെയ്ത് ഞാനാണ് ആദ്യമായി ചെലവ് ചുരുക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞു ചെലവ് ചുരുക്കും. പക്ഷെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യങ്ങൾ ഉപയോഗിച്ചല്ല ചെലവ് ചുരുക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് ഏത് ചെലവാണ് ചുരുക്കിയത്? KPCC പ്രസിഡന്റ് പറഞ്ഞ കാര്യം 100% ശരിയല്ലേ? നാം മുന്നോട്ടാണ് പോകുന്നത്, നമ്മൾ പിന്നോട്ടല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം അനാവശ്യമായ ചെലവുകളാണ്. കിഫ്ബിയിൽ എന്താ നടക്കുന്നത്? എന്തോ ഒരു അഴിമതിയാണ് കിഫ്ബിയിൽ നടക്കുന്നത്. കിഫ്ബിയിൽ തന്നെ എത്ര കോടി രൂപയാണ് ഇത് പരസ്യത്തിന് നടക്കുന്നത്? അല്ല, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുക. നാട്ടുകാർ മാത്രം മുൻപ് മുൻകി കൊടുക്കും.
ഉത്തരവ് കത്തിച്ച് ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ വരണം ഇങ്ങനെ വലിയ വിമർശനങ്ങൾ വരുന്നു. മുഖ്യമന്ത്രി വരെ വിമർശനം. ഞങ്ങള് സാലറി ചലഞ്ചിനല്ല, ഇപ്പോൾ 5 മാസത്തെ സാലറി 6 മാസം മാറ്റിവെക്കുന്നതിന് ഞങ്ങൾ എതിർത്തിട്ടില്ല. സാലറി ചലഞ്ചിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യും. പക്ഷേ ധനകാര്യമന്ത്രി ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് ഞങ്ങൾ പിന്നെ അതിനെതിരെ വന്നത്. ഇത് കൊടുക്കുന്നതിന് തെറ്റില്ല. പക്ഷെ അവർ പറഞ്ഞ ഒരേ ഒരു കാര്യം, ഇതെന്നെ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. എല്ലാ മാധ്യമങ്ങളിലും മന്ത്രിസഭാ യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വന്ന വാർത്ത ഇത് തിരിച്ചു കൊടുക്കണം. മുഖ്യമന്ത്രിയും പറഞ്ഞത് ഡെഫർ ചെയ്തിട്ടേ ഉള്ളൂ. വാസ്തവത്തിന് ഐഡിയ കൊടുത്തത് ഞാനാണ്, തെറ്റായിപ്പോയി എനിക്ക് തോന്നുന്നു. രാജസ്ഥാനിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ഒക്കെ ഡെഫർ ചെയ്യായിരുന്നു. അതെന്തിനുമാണ് ഞങ്ങൾ അംഗീകരിച്ചു, ഞങ്ങൾ കൊടുക്കണമെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ അത് എപ്പോൾ തിരിച്ചു കൊടുക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ല, ഓർഡറിലില്ല. ഞങ്ങൾ കരുതിയത് ഓർഡർ ഇറങ്ങുമ്പോൾ ഇത് എപ്പോൾ തിരിച്ചു കൊടുക്കുന്നു ഇതുവരെ പറഞ്ഞിട്ട്. അതാണ് അവർ പ്രതിഷേധിച്ചത്, അല്ലാണ്ട് അവർ കൊടുക്കുന്നതിനെതിരായിട്ടല്ല. പിന്നെ പ്രതിഷേധിച്ച രീതി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് കല്ലെറിഞ്ഞ് പ്രതിഷേധിച്ച ആളുകളാണ് ഇവിടെ ഉള്ളത്. അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന മുഖ്യമന്ത്രി, ഇന്നത്തെ മുഖ്യമന്ത്രി ഒരു വാക്ക് പ്രതിഷേധിച്ചിട്ടില്ല. ഒരു ജനകീയ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയെ നെഞ്ചത്ത് കല്ലെടുത്തെറിഞ്ഞ് പ്രതിഷേധിച്ച ആളുകളാണ് പാവപ്പെട്ട അധ്യാപകര് എവിടെയോ ഒന്ന് കത്തിച്ചു എന്ന് പറഞ്ഞു വെച്ച് ഇവിടെ വലിയ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. നിയമസഭയ്ക്കകത്ത് സ്പീക്കറുടെ കസേര തല്ലി പൊട്ടിച്ച് നിയമസഭയുടെ പവിത്രത മുഴുവൻ കളഞ്ഞവരാണ് ഇപ്പം ഒരു അധ്യാപകർ ഒരു ഓർഡർ കത്തിച്ചതിന് പേരിൽ ഇത്രയും വലിയ ബഹളം ഉണ്ടാക്കുന്നത്. പ്രതിഷേധിക്കുന്നത് എങ്ങനെയാണെന്ന് ഈ മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ട് പ്രതിഷേധിക്കാം. അതാണ് ഇവർക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. അതെല്ലാം വരുന്നതല്ലേ ഉള്ളൂ. ഞാനത് പറഞ്ഞു, അത് വിശദമായി മറ്റ് വിഷയങ്ങൾ വരാൻ പോകുന്നതുണ്ട്. കാരണം അതിനാണ് ഇത് എൻട്രി മോഡൽ മാത്രമല്ലേ, 3 ആഴ്ച കഴിഞ്ഞാൽ മറ്റ് വിഷയങ്ങൾ വരുന്നില്ലേ. ഇത് വെക്കേഷൻ കോടതിയാണ്, അവർക്ക് ഇമ്മീഡിയറ്റ് കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. അവർ 3 ആഴ്ചത്തേക്ക് മാറ്റിവെച്ചു. ആ ചർച്ചാ വേളയിൽ ഇത്തരം വിഷയങ്ങളൊക്കെ വരും. ദിനംപ്രതി സർക്കാർ പുറത്തുവിടുന്ന ഈ ബോർഡുമായി ബന്ധപ്പെട്ട കണക്ക് അതിലൊരു മാനിപ്പുലേഷൻ നടക്കുന്നുണ്ടെന്ന് എന്തെല്ലാം ആളുകൾ പറയുന്നത്, എനിക്ക് എന്റെ വ്യക്തമായ വിവരമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് വീണ്ടും ആവർത്തിക്കാനുള്ളത് ടെസ്റ്റിംഗ് കൂട്ടണമെന്ന് പറഞ്ഞ് ബംഗാളിൽ സമരം ചെയ്യുന്നവരാണ് ബംഗാളിൽ ഞാൻ നേരത്തെ പറഞ്ഞാണ്, ബംഗാളിലെ ഇടതുമുന്നണിയുടെ കൺവീനർ വിമൻ ബോസ്, അവരുടെ CLP ലീഡർ സൂര്യകാന്ത് മിശ്രയും മമതാ ബാനർജിയുടെ ഗവൺമെന്റിനെതിരായി സമരം ചെയ്ത് അറസ്റ്റ് വരിച്ച് ജയിലിൽ പോയവരാണ്. അവരുടെ മെയിൻ ഡിമാൻഡ് എന്താ? ടെസ്റ്റിംഗ്. ഞങ്ങളാരും അറസ്റ്റ് വരിക്കാനോ ജയിലിൽ പോകാനോ ഈ സമയത്ത് വരുന്നില്ല. സമരങ്ങൾ പോലും വളരെ ചുരുക്കി പ്രതിഷേധം മാത്രം, അത് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള നിബന്ധനകൾ അനുസരിച്ച് മാത്രമേ ആകാവൂ പറയുന്നത്. മറ്റെല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ സഹകരിക്കുന്നുണ്ട് ഗവൺമെന്റിനോട്, കേന്ദ്ര ഗവൺമെന്റിനോട്, സംസ്ഥാന ഗവൺമെന്റിനോട്. കോവിഡ്-19 നേരിടുന്ന കാര്യത്തിൽ പൂർണ്ണ സഹകരണമാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഞങ്ങളുടെ MP-മാർ, ഞങ്ങളുടെ MLA-മാർ, പഞ്ചായത്ത് മെമ്പർമാർ, എല്ലാ തലങ്ങളിലുമുള്ള പാർട്ടി ഭാരവാഹികൾ എല്ലാവരും ഇതിന് പൂർണ്ണമായ സഹകരണമാണ് നൽകുന്നത്. ഇതിനെ നേരിടുന്നത് CPI മാത്രമാണെന്നുള്ള ധാരണയാണ് ഇപ്പോൾ ഏവർക്കുള്ളത്. കേരളത്തിലെ പകുതിയോളം വരുന്ന പഞ്ചായത്ത് സമിതികൾ ഭരിക്കുന്നത് UDF ആണ്. അവരെല്ലാം സഹകരിക്കുകയാണ്. ഞാൻ എൻ്റെ 1 മാസത്തെ ശമ്പളം കൊടുത്തു. ഞാൻ ആദ്യം മാതൃക ഞങ്ങളെല്ലാവരും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇത് ഞങ്ങൾ മാത്രമാണ് ചെയ്യുന്നതെന്നുള്ള അവകാശവാദം അത് ഇത്തിരി കടന്നുപോയി എന്നാണ് എനിക്ക് CPM-നോട് പറയാം. നമ്മൾ പറഞ്ഞതിനല്ലല്ലോ മറുപടി പറയാം. ഞാനതിന് മറുപടി പറഞ്ഞതാണ്. ഞങ്ങൾ പറഞ്ഞതിന് അദ്ദേഹം മറുപടി പറയാത്തതെന്താ? അദ്ദേഹം ചെയ്ത ഒരു വലിയ തെറ്റ് പാർട്ടിയുടെ ദേശീയ നയത്തിനെതിരാണ്. CPM എന്ന് പറയുന്ന പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ, സെൻട്രൽ കമ്മിറ്റി, പാർട്ടി കോൺഗ്രസ് എടുത്തിട്ടുള്ള നയത്തിന് വിരുദ്ധമായി മുഖ്യമന്ത്രി എന്ന പോളിറ്റ് ബ്യൂറോ മെമ്പർ പ്രവർത്തിക്കുന്നു. S. രാമേന്ദ്രൻപിള്ള എന്ന് പറയുന്ന പോളിറ്റ് ബ്യൂറോ മെമ്പർ ഫേസ്ബുക്ക് ലൈവിലൂടെ 1 മണിക്കൂർ നേരം പ്രസംഗിച്ചു. പക്ഷെ ആർക്കും മനസ്സിലായില്ല.
1 മണിക്കൂർ പ്രസംഗിച്ചു. പാർട്ടിയുടെ പോളിസി തെറ്റിച്ചു എന്നുള്ള വസ്തുത അത് കഴിഞ്ഞപ്പോഴും ആളുകളുടെ സംശയത്തിലിരിക്കുക. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ മാനിഫെസ്റ്റോയിൽ ഏറ്റവും വ്യക്തമായി പറയുന്നത് ഈ ഡേറ്റ ബ്രീച്ചിനെ പറ്റി. ഇന്ത്യയിൽ ഒരു പാർട്ടിയെ അവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ എഴുതി ചേർത്തിട്ടുണ്ട്. അതാണ് ഇവിടെ തെറ്റിച്ചത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നു ഇപ്പൊ ഭരണഘടനയിലെ എല്ലാ അവകാശങ്ങളും തെറ്റിച്ചിരിക്കുക. ഞാൻ ആ UN റിപ്പോർട്ട് ഞാൻ വായിക്കണം. ലോകത്തെ എല്ലാ ഏകാധിപതികളും ഈ സന്ദർഭം ഉപയോഗിച്ചുകൊണ്ട് ലോകത്തെമ്പാടും മനുഷ്യാവകാശങ്ങളെയും പൗരാവകാശങ്ങളെയും ജനാധിപത്യ അവകാശങ്ങളെയും വ്യക്തിയുടെ സ്വകാര്യതയെയും കടന്നാക്രമിക്കാൻ പാടില്ല എന്ന് വ്യക്തമായി സൂചിപ്പിക്കുകയാണ്. ഇതിനൊക്കെ വേണ്ടി നിലകൊണ്ടൊരു പാർട്ടിയാണ് CPM. എന്റെ മുഖ്യമന്ത്രി ചോദിക്കുന്നു ഇപ്പൊ ഭരണഘടനാ അവകാശങ്ങൾ വല്ലതും ഉണ്ടോ? ഭരണഘടനാ അവകാശങ്ങൾ നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം പൊതുപ്രവർത്തകരുടെ. അതുണ്ടോന്നാണ് ചോദിക്കുന്നത്. അതും ഇതും തമ്മിൽ എന്തിനാണ് കൂട്ടിക്കുറയ്ക്കുന്നത്? അത് ഈ ദുരന്തത്തെ നേരിടാൻ വേണ്ടി മരുന്നില്ലാത്തതും അല്ലെങ്കിൽ വാക്സിൻ ഇല്ലാത്തതും കൊണ്ട് സോഷ്യൽ ഡിസ്റ്റൻസിങ് നമ്മൾ ലോക്ക്ഡൌണും വേണമെന്ന് പറയുമ്പോൾ അത് മുഴുവൻ വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാനുള്ള എളുപ്പമാർഗമായി ദുരുപയോഗം ചെയ്യുന്നതാണോ വേണ്ടത്? അത് ഏത് കമ്മ്യൂണിസ്റ്റുകാരും അത് അംഗീകരിക്കാൻ കഴിയും? അവിടെയാണ് കാനൻ രാജേന്ദ്രൻ ശരിയാണെന്ന് ഞാൻ പറഞ്ഞത്.